നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദി, അരുൺ, എന്താച്ചാ? ഞാന് ശ്യാമയാക്കിയും കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ അവനും എന്റെ മോനാ. അമൃത ഐശ്വര്യം പോലെ തന്നെയാ ശ്യാമയും. ഇന്നലെ രാത്രി ഒരു പൊടി ഞാൻ ഉറങ്ങിയിട്ടില്ല. നൂല് പൊട്ടിയ പട്ടം പോലെ എങ്ങോട്ടൊക്കെയോ പോവുക നമ്മുടെ വീട്. ഞാൻ അവരെ വിളിച്ചോണ്ട് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയണം. ഇതിപ്പോ അച്ഛന്റെ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ഞാനും ഒരട്ടം പോലും ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അവരെ ഇവിടുന്ന് പോവാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു അച്ഛൻ. അതെ അച്ഛ, നിങ്ങൾ കാണിച്ചത് വലിയൊരു തെറ്റായിരുന്നു. ഞാൻ പറയുന്നത് അച്ഛൻ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണെന്ന് അഖിയൊന്ന് അറിയട്ടെ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോ. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിയിട്ട് വരുന്നൊക്കെ കൊള്ളാം. പക്ഷെ അവരിവിടെ വരുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാവില്ല. വസു, നിന്റെ താളത്തിന്റെ തുള്ളിന്റെ ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നത്. തെറ്റ്. ഞാൻ പറഞ്ഞതൊന്നും അനുസരിക്കാത്തതിന്റെ ഫലമാ നമ്മുടെ മോനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ശ്യാമെ അവൻ കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞാൻ ആ ബന്ധം എതിർത്തതാ. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ നിന്നോ? അന്ന് തന്നെ അവളെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നെങ്കിൽ കുടുംബത്തിന് യോജിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുമായിരുന്നു. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമായിരുന്നു. കുടുംബത്തിന് യോജിക്കാത്ത എന്ത് കുറവാ ശ്യാമയ്ക്കുള്ളത്? അമ്മേ, അച്ഛാ, ഞാനൊന്ന് പറയട്ടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അഖിലിനെയും ശ്യാമയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. എന്നിട്ട് സന്തോഷത്തോടെ ഒരു വീടെടുത്തു കൊടുത്ത് അവരെ മാറ്റാം. നിന്റെ അഭിപ്രായം പറ. എന്റെ അഭിപ്രായവും അത് തന്നെ അമ്മേ. ശ്യാമയുടെ പ്രവൃത്തികൾ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അതിപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു. അവർ വരട്ടെ അമ്മേ. അമൃത, നീ പറ. അമ്മേ, അവരെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണം അമ്മേ. ഐശ്വര്യ എന്ത് പറയുന്നു? ഇവിടെ ആർക്കും അമ്മയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഐശ്വര്യ, ശരി, അപ്പോ ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിച്ച് ഞാൻ പോവുക. അച്ഛ, എന്റെ അവസാന അഭിപ്രായം കൂടി പറയാം. അതും കൂടി കേട്ടിട്ട് ആനന്ദേട്ടൻ പോയാ മതി. ഇന്നലെ പറഞ്ഞത് തന്നെയാ. തിരിച്ചു വിളിക്കാം. അഖിയെ, എന്റെ മോനെ, അവനിവിടെ തിരിച്ചു വരട്ടെ. അതല്ല, ശ്യാമയും കൂട്ടിക്കൊണ്ടാണ് വരാൻ ഒരുങ്ങുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയാം, ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. അവളിവിടെ വരുമ്പോ എന്റെ ജഡമായിരിക്കും നിങ്ങളൊക്കെ കാണുന്നത്. ഞാനിത് വെറുതെ ഭീഷണിപ്പെടുത്താൻ പറയല്ല. ആനന്ദേട്ടൻ എന്റെ കഴുത്തിൽ ചാർത്തിയ താലിമാലയിൽ തൊട്ടു പറയുന്ന ശബ്ദമാണിത്. സർ, സർ,
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറെ ദിവസത്തിന് ശേഷം സുഖമായിട്ട് ഉറങ്ങി. സത്യമായിട്ടും പറയാ? സത്യം. ഇന്നലെ മനസ്സിന് നല്ല ഭാരമായിരുന്നു. ഇന്ന് അതൊക്കെ അങ്ങ് കുറഞ്ഞതുപോലെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ലക്ഷ്യമില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ലക്ഷ്യം കിട്ടിയതുപോലെ തോന്നുന്നു. നീ ഇന്നലെ പറഞ്ഞ വാക്കുകള് മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി. ഇനി വിഷമിച്ചിരുന്നിട്ടോ കഴിഞ്ഞത് ആലോചിച്ചിരുന്നിട്ടോ കാര്യമില്ല. രണ്ടും കൽപ്പിച്ച് ജീവിതത്തിലേക്ക് ഇറങ്ങണം. സാറിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോ എനിക്കും കൂടുതൽ ധൈര്യം കിട്ടുക. സത്യത്തിൽ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഒരു തരത്തിൽ നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കാൻ ഒരവസരം കിട്ടിയല്ലോ. കുടുംബവക കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴുള്ള സുരക്ഷിതത്വം അതിപ്പോ ഇല്ല. ഇനി നമുക്ക് നടക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഇത്തിരി പ്രയാസമാണെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് നേടുമ്പോൾ ഒരു സുഖവും തൃപ്തിയും ഒക്കെ കിട്ടും. ഈ പഴഞ്ചൊല്ലൊക്കെ പറയുന്ന പോലെ തണലത്ത് നിന്നാ വളരില്ല. അതിനിത്തിരി വെയിൽ കൊണ്ടേ പറ്റൂ. ഇത്തിരിയല്ല, ഒത്തിരി വെയിൽ കൊള്ളാൻ തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഒന്നുറപ്പാ, തന്നെ വെയിൽ കൊള്ളിക്കില്ല. അങ്ങനെ ഒരാൾ മാത്രമായിട്ട് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും ഉണ്ടാവും കൂടെ. എവിടെയും എപ്പോഴും നിഴലായിട്ട് ഞാനും കൂടെ ഉണ്ടാവും. ഇന്ന് ഞാൻ RX ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ പോകുന്നുണ്ട്. ജോലി കിട്ടുമെന്നുള്ള ഉറപ്പാ. പിന്നെ നമ്മള് സേഫായി. ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ? എനിക്കും ഏതെങ്കിലും ഒരു കമ്പനി ജോലി കിട്ടാൻ സാധ്യതയില്ലേ? ഞാനും കൂടി ജോലിക്ക് പോട്ടെ? വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളൊന്ന് സെറ്റിൽ ആവുന്നവരെ നീ വീട്ടിലിരുന്നാ മതി. അതുമല്ല, നമ്മുടെ കമ്പനിയിൽ തനിക്ക് ജോലി കിട്ടിയത് അച്ഛൻ നടത്തിയ മത്സരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മറ്റ് കമ്പനികൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൂടി കണക്കിലെടുക്കും. അത് ചിലപ്പോ അത് നേരാ. അതുകൊണ്ട് ആദ്യം ഞാൻ ജോലിക്ക് കയറട്ടെ. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പുട്ടും കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ടേസ്റ്റാ അകത്തെ പ്രധാന ചർച്ച. എങ്കിൽ ഞാൻ ഉടനെ റെഡിയായി വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.